ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിനീത് ശ്രീനിവാസന്റെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിഷു ഈദ് സിനിമ 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഇന്നേ ദിവസത്തിലെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ, ഇന്നത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിനീതിന്റെ സംവിധാനത്തിൽ വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ വിഷു ഈദ് സിനിമകളിൽ വിജയിച്ച മലയാളം സിനിമകളിൽ ഒന്നായ സിനിമയ്ക്ക് ഇന്ന് കേരള ട്രാക്കിംഗിലെ വർധന സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 81 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 92 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ സിനിമയുടെ 9ാം ദിവസം വെള്ളിയാഴ്ച 1,70,00,000 മുകളിലായിരുന്നു കേരള ഗ്രോസ് കളക്ഷൻ എങ്കിൽ ഇന്നത് 1,80,00,000-നും 2 കോടിക്കും ഇടയിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് 10ാം ദിവസത്തെ കളക്ഷനോടെ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ 25 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആവറേജ് ഒരു ദിവസം 2.5 കോടി കളക്ഷൻ ഉള്ള സിനിമയ്ക്ക് മികച്ചൊരു ഹോൾഡ് പ്രതിദിനം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതിനെ അർത്ഥമാക്കണം. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 ദിവസങ്ങൾ കൊണ്ട് 60 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയെങ്കിൽ ഇന്ന് 10 ദിവസങ്ങൾ കൊണ്ട് 65 കോടി രൂപയ്ക്ക് മുകളിലാണ് നിലവിൽ നാം കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിൽ നേരത്തെ തന്നെ വിജയിച്ചു കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കൂടി മുന്നേറുകയാണ് എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. നേരത്തെ 50 കോടി ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്ന സിനിമ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. പലരുടെയും കമന്റ് ബോക്സിലെല്ലാം തന്നെ പ്രഡിക്ഷൻസ് ഒരു സമയത്ത് 70 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെയായിരുന്നു. ഇപ്പോഴത്തെ 70 കോടിയിലേക്ക് നാളെ ഞായറാഴ്ചത്തെ കളക്ഷനോടെ സിനിമ എത്തപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ ഓടുകയാണെങ്കിൽ മെയ് 1 വരെ സിനിമ എന്തായാലും തിയേറ്ററുകളിൽ ഉണ്ടാകും. അപ്പോൾ സിനിമയുടെ ഒരു കളക്ഷൻ, ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത് 80-90 കോടി റേഞ്ചിലാണ്. 100 കോടിയിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞാൽ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് നിസ്സംശയം പറയാം. ഒന്നാമത് സിനിമ വിജയിക്കരുത് എന്ന് പോലും ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് എന്നാണ് കമന്റ് ബോക്സുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ 50 കോടിയും കടന്ന് ഇപ്പോഴത്തെ 100 കോടിയെല്ലാം തന്നെ നേടിയെടുക്കുകയാണെങ്കിൽ അത് വേറെ ലെവൽ കളക്ഷൻ എന്ന് നിസ്സംശയം പറയാം. എന്തായാലും പ്രണവ്, ധ്യാൻ, നിവിൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ സിനിമ 100 കോടി നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങൾ പ്രേക്ഷകരുടെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷകൾ എത്രയാണ്?